ലഹരിയിൽ മുങ്ങി കൊച്ചി നഗരം. സെപ്റ്റംബറിൽ മാത്രം രജിസ്റ്റർ ചെയ്തത് 137 NDPS കേസുകളാണ്. 157 പേരാണ് കേസുകൾ അറസ്റ്റിലായത്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, എന്തൊക്കെയാണ് ഈ കേസുകളുടെ വിശദാംശങ്ങൾ? വ്യാപകമായി ലഹരി സംഘങ്ങൾ കൊച്ചിയിൽ അഴിഞ്ഞാടുന്നു എന്നുള്ളതാണോ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇന്നലെ ഒരു കുപ്രസിദ്ധ ഗുണ്ടാ നേതാവിനെ ഒരു ഹോട്ടലിൽ നിന്ന് പിടിച്ചതുമൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ജിമാർ, ഇന്നലെ കൊക്കൈനുമായാണ് കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ഓം പ്രകാശിനെ ആഡംബര ഹോട്ടലിൽ നിന്ന് പിടികൂടിയത്. അത് സൂചിപ്പിക്കുന്നത് കൊച്ചിയിലേക്ക് ലഹരി ഒഴുകുന്നു എന്നുള്ളത് തന്നെയാണ്. അതിന് നിയന്ത്രണം അല്ലെങ്കിൽ അത് നിയന്ത്രിക്കുന്നത്, അതിന് സംഘത്തലവന്മാരെ പ്രവർത്തിക്കുന്നത് ഗുണ്ടാ നേതാക്കളാണെന്നും ഇന്നലത്തെ അറസ്റ്റ് സൂചിപ്പിക്കുന്നുണ്ട്. സെപ്റ്റംബറിൽ മാത്രം 137 NDPS കേസുകളാണ് കൊച്ചിയിൽ രജിസ്റ്റർ ചെയ്തത്. അതിൽ 153 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു വശത്ത് പരിശോധനകളും അറസ്റ്റും എല്ലാം നടക്കുമ്പോഴും മറ്റൊരു വശത്തു കൂടി ഇത്തരത്തിൽ ലഹരി സുലഭമായി ഒഴുകുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെയും സിനിമാക്കാരെയും IT പ്രൊഫഷണലുകളെയും എല്ലാം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ലഹരി മാഫിയ പ്രവർത്തിക്കുന്നത്. സ്പെഷ്യൽ ഡ്രൈവുകൾ നടത്തി ഇവരെ തടയിടാനാകുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നതെങ്കിലും അതിന് സാധ്യമാകുന്നില്ല എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വരും ദിവസങ്ങളിലും പരിശോധനകൾ ശക്തമാക്കും. ഒപ്പം പ്രത്യേകിച്ച് വിദേശത്തുനിന്നടക്കം കഴിഞ്ഞ മാസം 137 NDPS കേസുകൾ, 157 അറസ്റ്റ്. ഇതാണ് കൊച്ചിയിലെ മാത്രം കണക്ക്. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.